സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. ടോപ്പ് സിംഗറിന്റെ നാദ ലാവണ്യ സൗന്ദര്യം പ്രേക്ഷകരുടെ ചുന്ദരി വാവ. വെൽക്കം ദേവിക കുട്ടി ഓൺ സ്റ്റേജ്. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവനാണ്. ഞാൻ പെർഫോമൻസ് റൗണ്ടിൽ പാടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ അഭിനയിച്ച കരുമാടിക്കുട്ടൻ എന്ന സിനിമയിലെ നമ്മുടെ സ്വന്തം MG സാർ പാടി വളരെയധികം ഹിറ്റായ വാവാ താമരപ്പെണ്ണെ എന്ന പാട്ടാണ്. ഈ പാട്ടിൽ ഞാൻ മാത്രമല്ല കേട്ടോ, കുറച്ച് ഡാൻസേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ പാട്ടും ഡാൻസേഴ്സും ഒക്കെ കൂടിയിട്ട് ഒരു അടിപൊളി പെർഫോമൻസ് കഴിച്ചിരിക്കും. മാമനുമുണ്ടല്ലോ, വാരിയ സൂര്യനുണ്ടല്ലോ, അമ്പട കണ്ണനുമുണ്ടല്ലോ, അക്കരെ ഇതാരും ഓറഞ്ച് ഊട്ടി ഒരു വേറൊരു രൂപത്തിലാണല്ലോ. ഇതൊരു സിഞ്ചി ബറീസിനെ പോലെ ഇരിക്കുന്നു. ഒരു മൽബറിക്കായൊക്കെ ഇല്ലേ, ചെറിയ ചുമന്ന ഒരു മൽബറിക്ക, അത് ഒരു ചിമിട്ട് കാ വരുന്ന പോലെ ഇരിക്കുന്നു. ജിഞ്ചിബിളീസ് മൾബറി പോലെ ഏത് പാട്ടാ മോളെ? വാവാ താമരപ്പെണ്ണെ. വാ വാ താമര പെണ്ണെ താ താ ഉങ്കരലല്ലേ കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ, കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ. വാ വാ താമരപ്പെണ്ണെ നീ പൂങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ, കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ. മീശ കണ്ടല്ലോ, മീശ തുടച്ച പോവോ? അത് മറ്റേ കൺമഷി കൊണ്ട് വരച്ചതാ. കൺമഷി ഉണ്ട്, നന്നായിരിക്കും കേട്ടോ മീശ. രസമുണ്ടടാ കാണാൻ. അപ്പൊ പാടിക്കോ. പേരെന്താ? പേര് ദേവൻ. ദേവൻ, നല്ല പേര്. ഫാഷൻ പേരായി പോയി. ചെല്ലപ്പം പിള്ള എന്നിട്ടാ മതി. താമരപ്പെണ്ണേ
4 വാ വാ ഓറഞ്ച് കുട്ടി വാ വാ പൊന്നരിക്കുട്ടി പാട്ട് പാടാൻ വാ കൂടെ നൃത്തം ചെയ്യാൻ വാ ടോപ്പ് സിംഗറിൻ പെണ്ണല്ലേ നീ ഒരു കണ്ണി മുത്തല്ലേ ടോപ്പ് സിംഗറിൻ മുത്തല്ലേ നീ ഒരു മുത്തല്ലേ വാ വാ ഓറഞ്ച് കുട്ടി വാ വാ ഓറഞ്ച് കുട്ടി പാട്ട് പാടാൻ വാ ഒരു കിന്നരം ചൊല്ലാൻ വാ ടോപ്പ് സിംഗറിൻ മുത്തല്ലേ നീ ഉമ്മ തരാൻ വാ ഒരു മുത്തം തരാൻ വാ. അടിച്ചു പൊളിച്ചു മോളെ, ഗംഭീരം, നന്നായിട്ട് പാടി. ഇതെനിക്ക് ഒരു ഡയറക്ടറിന് ഒരു താങ്ക്സ് പറയേണ്ട ഒരു അവസരമായിട്ട് ഞാൻ എടുക്കുകയാണ്. വിനയൻ ചേട്ടനാണ് എന്നെ ശരിക്കും ആകാശഗംഗ എന്നുള്ള പടത്തിൻ്റെ ഡിസ്കഷനിൽ വന്നിട്ട് അതിനകത്തെ എല്ലാ പാട്ടുകളും ഞാൻ പാടണം എന്ന് നിർബന്ധം പിടിച്ച ഒരു ഡയറക്ടറാണ്. പക്ഷേ അന്ന് ആ CD എടുത്ത ഞാൻ ആ ഡീറ്റെയിലോട്ട് പോകണില്ല. ആ CD ആ പൈസയ്ക്ക് വാങ്ങിച്ച ആ പാട്ടുകൾ വാങ്ങിച്ച അവർക്ക് ഞാൻ പാടണ്ട എന്നുള്ളൊരു ഇത് പ്രകാരം അന്ന് മാറിപ്പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വാശിയുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളിലും ഞാൻ പാടണമെന്ന്. പിന്നെ കുറേ പൊളിറ്റിക്സുകളൊക്കെ ഉണ്ടായി ഫീൽഡിൽ. അതൊന്നും ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളല്ല, ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയമല്ല. പക്ഷേ എങ്കിലും ഈ വൺ ഓഫ് ദ ഫാന്റാസ്റ്റിക് ഡയറക്ടേഴ്സ് വിച്ച് ഐ ഹാവ് എവർ സീൻ. ഈ ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ചാന്ത് പൊട്ടും ചങ്കേലസും എന്ന് പറഞ്ഞ് വാസന്തിയും ലക്ഷ്മിയും അതിനെനിക്ക് നാഷണൽ അവാർഡ് വാങ്ങി തന്നു. പിന്നെ ഈ പാട്ട്, ഇതുപോലെ ഒരുപാട് പാട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ പാടാൻ വിളിക്കാറില്ല, കുഴപ്പമില്ല. എന്നാലും എനിക്ക് വിനയൻ ചേട്ടൻ്റെ അടുത്തുള്ള സന്തോഷവും കടപ്പാടും ഇപ്പോൾ ഞാൻ അറിയിക്കുകയാണ്. ഈ പാട്ട് പാടിയപ്പം എനിക്ക് പഴയ ഓർമ്മയൊക്കെ വന്നു. ഈ പാട്ട് പാടിയത് മോഹൻ സിത്താര എന്നെ കൊണ്ട് പാടിക്കുന്നത് ചേതന സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. മോള് അത് നന്നായിട്ട് പാടി, എനിക്ക് ഒരു മിസ്റ്റേക്കും തോന്നിയില്ല. മൈന്യൂട്ടായിട്ടൊരു ശ്രുതിയുടെ ഒരു സംഭവം തുടക്കത്തിൽ പല്ലവിയിൽ മാത്രം ശക്കലം, കുട്ടനാടിൻ കൊച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു ശക്കലം തോന്നി. അത് ഒരു പ്രശ്നമില്ല, കാരണം അത് ഇത്രയും ഒരു എന്താ പറയുന്നത്, നമുക്കിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു എനർജിയും മാത്രമല്ല ഒരു സുഖം, കാണാനും കേൾക്കാനും. മോടെ ചെറിയ കോറിയോഗ്രാഫി എങ്കിലും നന്നായിരുന്നു. മൽബറിയുടെ കോറിയോഗ്രാഫി നന്നായിരുന്നു കേട്ടോ മോളെ. ഒരു കുറ്റം പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. വിനയൻ സാറിനെ പറ്റി എനിക്കും പറയണം. കാരണം ഞാൻ 2-3 വർഷം ജീവിച്ചത്, ഒരു സംഗീത സംവിധായകനായിട്ട് ജീവിച്ചത് വിനയൻ സാർ എനിക്ക് വർക്ക് തന്നുണ്ട്. അത് ഞാൻ എക്കാലത്തും ഞാൻ അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കും. അവസാനം അദ്ദേഹം എന്നെ ഒരു സിനിമയിൽ മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ വേറെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ സിനിമയിൽ ചെയ്യുകയാണെങ്കിൽ ഇനി ഒരിക്കലും ജയചന്ദ്രന് വേറെ സിനിമകൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിനയൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിടണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, നിന്നെ എനിക്കറിയാം, നമുക്ക് വർക്ക് ചെയ്യാം. ആ അവസരത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വിനയൻ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അവിടെ പോകുന്നത്. അപ്പം അങ്ങനെ ഞാൻ എല്ലാ കാലത്തും വിനയൻ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എനിക്ക് തന്നിരിക്കുന്ന പാട്ടുകളൊക്കെ എൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ സിനിമ ആ സമയത്ത് വളരെ ഹിറ്റായിട്ടുള്ള സിനിമയാണ്. ശ്രീ മണി അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ അതിൽ ഈ പാട്ട് പ്രത്യേകം നമുക്ക് വളരെ ഹൃദ്യമാണ്. അപ്പോൾ ഓറഞ്ചൂട്ടി, എൻ്റെ ഓറഞ്ചൂട്ടി, നമ്മുടെ ഓറഞ്ചൂട്ടി എത്ര സുന്ദരമായിട്ട് പാടും. കോറസും നന്നായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടു. കോറസും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഓറഞ്ചൂട്ടി ഇന്ന് പാടിയതിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെല്ലാം ഓരോ ഇടവും മനസ്സിലാക്കി പാടുന്നു. അതൊരു ചെറിയ കാര്യമല്ല എൻ്റെ മകളെ, എത്ര ഇഷ്ടം തന്നെ. അപ്പൊ പഠിച്ച് വലിയ പാട്ടുകാരിയാണ് കേട്ടോ. ഇത് ഒരു എനിക്ക് തോന്നുന്ന ഓറഞ്ചൂട്ടിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ്.
നാനേ നാനേ രാരേ രാരാ, രാരേ രാരേ രാരിരം രാരോ. അത് മനസ്സിൽ കിടക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പക്ഷെ ഇതായിരിക്കും ഒരു ഹിറ്റ്, ഒരു പെർഫോമൻസ്. മാത്രമല്ല ഡാൻസ് ഒക്കെ കളിക്കില്ലേ, ചെറുതായിട്ട്, അത് ഗ്രേസ്ഫുൾ ഡാൻസ്, അതാണ്. വലിയ ചാട്ടമൊന്നുമില്ല. അതിനിടയിൽ എല്ലാവരുടെ കൂടെ ഇങ്ങനെ കൂടി ഇങ്ങനെ ഗ്രേസ്ഫുൾ ആയിട്ട് ഒരു ലാസ്യത്തിലാണ് അല്ലേ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വിട്ട് അത് ഗംഭീരായിരുന്നു മക്കളെ കേട്ടാ. അപ്പൊ അങ്ങനെ നന്നായി 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 വരിക. അങ്ങളുടെ കണ്ണ് നിറയ്ക്കണം, സന്തോഷമുണ്ട്. ഓറഞ്ച് കുട്ടിയുടെ പാട്ട് കേട്ട് അങ്ങളുടെ സന്തോഷം വന്ന് അങ്ങളുടെ കണ്ണ് നിറയണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചക്കരേ, അവള് പാട്ടിക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ എൻ്റെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ സിതാരാൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് വിനയൻ സാർ. ചേച്ചി ആദ്യമായിട്ട് പാടുന്ന സിനിമ അതിശയനാണ്. വിനയൻ സാറിൻ്റെ സിനിമയിലെ പാട്ട് അൽഫോൺസേട്ടിൻ്റെ മ്യൂസിക് ഡയറക്ഷനാണ് ആദ്യമായിട്ട് പാടുന്നത്. അന്നൊന്നും സിനിമയിൽ പാടാമെന്നുള്ളത് ആലോചിക്കുന്ന പോലും ഇല്ല. +2 കഴിയുന്ന സമയമാണ്. അപ്പം കോഴിക്കോടുള്ള ഒരു ശ്രീധരൻ നമ്പൂതിരി മാഷ് പറഞ്ഞിട്ട് വിനയൻ സാറിൻ്റെ വൈഫ് നീനാൻഡിയാണ് പാട്ട് TV-യിൽ കേട്ട് അങ്ങനെ പാടാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പം എപ്പോഴും എന്നും ഞാൻ എന്തൊക്കെ പുതിയ പാട്ടുകൾ പാടുമ്പോൾ എന്നും ഞാൻ ഓർക്കേണ്ട പേരാണ് അദ്ദേഹത്തിൻ്റെത്. സോ താങ്ക്ഫുൾ ടു വിനയൻ സാർ. മാത്രമല്ല ഇപ്പം സാറ് പുതിയൊരു പടം ചെയ്യുന്നുണ്ട്, ആകാശഗംഗയുടെ 2ാമത്തെ 2 ഉണ്ട്. അതിൽ പാടിയിട്ടുണ്ട് ഞാൻ. വിജി ബാലേട്ടനാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. അപ്പം അതിലും ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം എന്നും സാറിന് ഇപ്പോഴും അങ്ങനെ ഓർക്കുന്നതെന്നുള്ളതിൽ എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. അതിങ്ങനെ സാറിനോടും നീനാൻ്റെയോടും ഒക്കെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ചക്കരയുടെ പാട്ട് അസലായിട്ട് പാടി, ഒന്നും പറയാനില്ല. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. മോള് ഭയങ്കര എന്താ പറയുക, വൃത്തിയായിട്ടും പാടി. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ലൗഡായിട്ട് അങ്ങനെ പാടുകയല്ല. ഇതിനൊരു നാടൻ പാട്ടിൻ്റെ ഒരു ചെറിയ അങ്ങനെ ഒരു എലമെന്റും കൂടി ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ വെറുതെ പാടില്ല, വളരെ മ്യൂസിക്കലായിട്ട് കൊഞ്ചി പാടേണ്ട സ്ഥലത്ത് കൊഞ്ചി പാടിയിട്ട് അവസാനം ഒരു വരി പാടിയല്ലോ. എന്തായിരുന്നു, ഏത് ഭാഗമായിരുന്നു ചിരിച്ചത്? ചിരിച്ചത് എവിടെയായിരുന്നു? അത് തിന്തിന്നം പാടാൻ നീ കൂടെ വന്നാൽ, എന്തായിരുന്നു? തിന്തിന്നം പാടാൻ നീ കൂടെ വന്നാൽ കരിമാടിക്കുട്ടന് തന്തോയം, ഈ കരിമാടിക്കുട്ടന് തന്തോയം. അല്ലാതെ അതിലൊരു ട്രൂ പ്ലേ ബാക്ക് സിംഗറിന്റെ എലമെന്റ് ആണ് അതിൽ കണ്ടത്. ബാക്ക് അതിൽ സിനിമയിൽ ആരെ എന്തായിരിക്കും അഭിനയിക്കാന്നൊക്കെ ആലോചിച്ചിട്ട് പാടില്ലേ, അങ്ങനെ ഒരു പാട്ടാ കേട്ടോ. സൂപ്പർ ആയിരുന്നു കണ്ണ. പിന്നെ കാണാൻ നല്ല രസമുണ്ട് മൾബറി. മറ്റേ പേരാ പക്ഷെ ചേരണത്. അങ്കിള് പറഞ്ഞ പേര് ചെല്ലപ്പൻ പിള്ള. ചെല്ലപ്പൻ പിള്ളയുണ്ട്, കുട്ടപ്പൻ പിള്ളയുണ്ട്, രാമൻ പിള്ളയുണ്ട്, ഗംഗാധരൻ പിള്ളയുണ്ട്, കേശവൻ കുട്ടിയുണ്ട്. ഏത് വേണം? എനിക്കോ? എനിക്കത് മതി. ശങ്കരൻകുട്ടി പറ്റും. ഒരു കരുണാകരൻ നായർ കൂടെ. പിന്നെ ശങ്കരക്കുറുപ്പുണ്ട്, പിന്നെ മോഹൻ കുറുപ്പുണ്ട്. അപ്പൊ ഇന്ന് പൂക്കുറ്റി ഒരു കുറുപ്പണ്ണൻ. ഇപ്പോഴും നാനേ നാനേ രാരേ രാരാ, രാരേ രാരേ രാരിരം രാരോ. അത് മനസ്സിൽ കിടക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പക്ഷെ ഇതായിരിക്കും ഒരു ഹിറ്റ്, ഒരു പെർഫോമൻസ്. മാത്രമല്ല ഡാൻസ് ഒക്കെ കളിക്കില്ലേ, ചെറുതായിട്ട്, അത് ഗ്രേസ്ഫുൾ ഡാൻസ്, അതാണ്. വലിയ ചാട്ടമൊന്നുമില്ല. അതിനിടയിൽ എല്ലാവരുടെ കൂടെ ഇങ്ങനെ കൂടി ഇങ്ങനെ ഗ്രേസ്ഫുൾ ആയിട്ട് ഒരു ലാസ്യത്തിലാണ് അല്ലേ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വിട്ട് അത് ഗംഭീരായിരുന്നു മക്കളെ കേട്ടാ. അപ്പൊ അങ്ങനെ നന്നായി 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 വരിക. അങ്ങളുടെ കണ്ണ് നിറയ്ക്കണം, സന്തോഷമുണ്ട്. ഓറഞ്ച് കുട്ടിയുടെ പാട്ട് കേട്ട് അങ്ങളുടെ സന്തോഷം വന്ന് അങ്ങളുടെ കണ്ണ് നിറയണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചക്കരേ, അവള് പാട്ടിക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ എൻ്റെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ